ബഹളം വയ്ക്കരുത്. കാലികയുള്ള പാമ്പുകളൊക്കെ ബഹളം വയ്ക്കാതെ നിൽക്കുക. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഓണമാണ്. ഞാൻ ഓണത്തോടനുബന്ധിച്ച് ഈ പരിപാടിയിലൊന്നും പങ്കെടുക്കാത്തതാണ്. കാരണം എന്നാൽ മദ്യപിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരുടെ സംഭാവനകളാണ് എൻ്റെ 258 കടികൾ. അതുകൊണ്ട് നിങ്ങൾ സൈലൻ്റായിട്ട് നിൽക്കുക, ശല്യപ്പെടുത്തരുത്. കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം നിൽക്കുക, ഇല്ലാത്തവർക്ക് തിരിഞ്ഞു പോകാം. അപ്പോൾ എന്തായാലും ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, പാമ്പുകളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം നമുക്ക് പാമ്പുകളെ കാണാനോ നിങ്ങൾക്ക് തൊട്ട് തലവിടാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാകാം. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. കൊച്ചു കൂട്ടുകാർക്ക് വരും കാലങ്ങളിലെ പാഠപുസ്തകങ്ങളിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ ആണ് ഞാൻ പറയാൻ പോകുന്നത്. കൊച്ചു കൂട്ടുകാർക്ക് അറിയാമോ കേരളത്തിൽ എത്ര ഇനം പാമ്പുകൾ ഉണ്ടോ എന്ന് നിങ്ങളുടെ ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? കൊച്ചു കൂട്ടുകാർ, കേരളത്തിൽ 80ഓളം ഇനം പാമ്പുകളാണ്. അതിൽ ഈ 80ഓളം ഇനം പാമ്പുകളിൽ എത്ര പാമ്പുകൾക്ക് വിഷമുണ്ട് എന്ന് ചോദിച്ചാൽ, എത്ര ഇനം പാമ്പുകൾക്ക് വിഷമുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം 20ഓളം ഇനം പാമ്പുകൾക്കാണ്. വെള്ളം വെക്കാതിരിക്കുക. മുതിർന്ന കൂട്ടുകാർ, നിങ്ങൾ സൈലന്റ് ആയിട്ട് നിൽക്കുക. പറഞ്ഞില്ലേ ഇത്രയും ദൂരെ നിന്ന് ഞാനിവിടെ എന്തിനാ വന്നത്? വെള്ളം വെക്കാൻ നിൽക്കുക. നിങ്ങൾ കേരളത്തിൽ 80ഓളം ഇനം പാമ്പുകളാണ്. അതിൽ 20ഓളം ഇനം പാമ്പുകൾക്ക് വിഷമുണ്ട്. ഈ 20ഓളം ഇനം പാമ്പുകളിൽ, വിഷമുള്ള പാമ്പുകളിൽ 4 ഇനം പാമ്പുകൾക്കാണ് മനുഷ്യന്റെ ജീവനെ ഹനിക്കാൻ കഴിവുള്ള വിഷം ഇഞ്ചക്ട് ചെയ്യുന്ന പാമ്പ്. എന്നാൽ അതുപോലെ തന്നെ കൂട്ടുകാർ അറിയുക, ഇന്ത്യയിൽ എത്ര ഇനം പാമ്പുകളുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയണം 270ഓളം ഇനം പാമ്പുകളാണ്. അതിൽ 62ഓളം ഇനം പാമ്പുകൾക്കാണ് വിഷമുള്ളത് ഇന്ത്യയിൽ. ഈ 270ഓളം ഇനം പാമ്പുകൾ ഇന്ത്യയിലുള്ളതിൽ 62ഓളം ഇനം പാമ്പുകൾക്ക് വിഷമുള്ളതിൽ വെറും 4 ഇനം പാമ്പുകൾക്ക് മാത്രമേ മനുഷ്യന്റെ ജീവനെ ഹനിക്കാൻ കഴിവുള്ള വിഷം ഇഞ്ചക്ട് ചെയ്യാൻ കഴിയൂ. അത് ഒന്നാമതായി നിൽക്കുന്ന പാമ്പ്. ഏറ്റവും കൂടുതൽ വിഷം ഇന്ത്യയിൽ ഇഞ്ചക്ട് ചെയ്യുന്ന, കടിക്കുമ്പോൾ ഇഞ്ചക്ട് ചെയ്യുന്ന പാമ്പ് ഏതാണ്? ഏറ്റവും കൂടുതൽ ഏതാണ്? രാജവെമ്പാല എന്നറിയപ്പെടുന്നു. രാജവെമ്പാല അല്ല, രാജവെമ്പാല എന്നറിയപ്പെടുന്ന കിങ് കോബ്ര എന്ന ഒരു പേരുള്ള, അത് 2 നാമങ്ങൾ മാത്രമേ അവർക്കുള്ളൂ. പക്ഷെ നമ്മളിട്ട് വിളിക്കുന്നതോ കരിഞ്ചാത്തി, കരിങ്കവിളി, കൂടൻ കരിഞ്ചാത്തി. കൂട്ടുകൂട്ടി മുട്ടയിടുന്നത് കൊണ്ട് കൂടൻ കരിഞ്ചാത്തി എന്നും മലഞ്ചേര എന്നും എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഒരു രാജവെമ്പാലയുടെ കടിയേറ്റാൽ ഒരു ആനയ്ക്ക് അരമണിക്കൂർ കൊണ്ട് മരണം സംഭവിക്കും. ഒരു മനുഷ്യന് 7 മിനിറ്റിനകത്ത് മരണം സംഭവിക്കും. ഞാൻ 21 രാജവെമ്പാലകളെ പിടിച്ചു ഒരു 3 വർഷം കൊണ്ട്. ഞാൻ 25 വർഷത്തിലേറെയായി പാമ്പിന്റെ മേഖലയിലേക്ക് വന്നിട്ട് ഏകദേശം 30,000ഓളം പാമ്പുകളെ പിടിച്ചു കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിഷപ്പാമ്പിന്റെ കടിയേറ്റ ആളാരെന്ന് നിങ്ങളോട് ടീച്ചർമാരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം, വാവാ സുരേഷാണ്. 258 പ്രാവശ്യം വിഷക്കടിയേറ്റ്, വിഷപ്പാമ്പിന്റെ കടിയേറ്റ്. അത് 7 പ്രാവശ്യം മാത്രമേ ഞാൻ മെഡിസിനിൽ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളൂ. അതിൽ ലാസ്റ്റായിട്ട് കടിച്ചാണ് ഇപ്പോൾ ഈ കെട്ടിയത്. കണ്ടോ കെട്ടിയിരിക്കുന്നത്? 1 മാസങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ മാസം 29-ാം തീയതി. അത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ചാനലിൽ കണ്ടിരിക്കാം. ഞാൻ പാമ്പിനെ പിടിച്ച് കയ്യിലെടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്തുകൂടെ കൂടി നിന്ന ആൾക്കാർ എൻ്റെ കയ്യുടെ അടുത്തൂടെ മൊബൈൽ ക്യാമറ പകർത്താൻ ശ്രമിച്ചപ്പോൾ ഞാൻ മാറി നിൽക്കാൻ പറഞ്ഞ സമയത്താണ് ഇത് കടിക്കുന്നത്. എല്ലാ കടികളും അങ്ങനെയാണ്. ഈ കടി വിരൽ മുറിച്ചു 2011 ഫെബ്രുവരി 13-ാം തീയതി വെഞ്ഞാറമൂട് വെച്ചുള്ള കടിയാണ്, വിരലാമ്പിട്ടേറ്റ്. ഇതെല്ലാം നാട്ടുകാരുടെ സമ്മാനം. ഇത് 20 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളൊരു കടിയാണ്. ജീവിതത്തിൽ ആദ്യത്തെ വിഷക്കടി. വളഞ്ഞിരിക്കുന്നു, ദൂരത്തില്ല. ഇത് മുറിച്ചു. ഇത് 3 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് വെച്ച് കടിയേറ്റാണ്. ഈ ഭാഗത്ത് മടങ്ങത്തില്ല, ഊന്നിരിക്കും. എന്താ ഇപ്പോൾ ലാസ്റ്റിലത്തെ കടിയാണ്. അപ്പൊ നിങ്ങളറിയാം, പാമ്പ് എന്ന് പറയുന്ന സാധുവായ ഒരു ജീവിയെ പിടിക്കുന്നത് കൊണ്ടാണ് കടിക്കുന്നത്. ചവിട്ടിയാൽ മാത്രമേ പാമ്പുകൾ കടിക്കാറുള്ളൂ. ഏറ്റവും കൂടുതൽ വിഷമുള്ള പാമ്പ് രാജവെമ്പാല. 3ാമത്തെ വിഷപ്പാമ്പ് ഏതാണ്? 2ാമത്തെ വിഷപ്പാമ്പ് അണലി. ആരാ പറഞ്ഞത്? പറയും, പേരെന്താണ്? 2 പേരും പറഞ്ഞു. 2 പേര് പറയും. ശരത്ത്, നല്ല ഒരു ആൻസറാണ്. 2ാമത്തെ വിഷപ്പാമ്പ് അണലിയാണ്. അണലിക്ക് എത്ര പേരുണ്ടെന്ന് അറിയാമോ? അണലി, രക്ത അണലി എന്ന് പൂർവികർ പറയുന്ന രക്ത അണലി എന്നൊരു സാധനമില്ല. രക്തധമനികളെ ബാധിക്കുന്ന വിഷം ഇഞ്ചക്ട് ചെയ്യുന്ന പാമ്പ് അഥവാ അണലി, അഥവാ റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്നു. ചേനയുടെ തണ്ടിന്റെ ദേഹത്തുള്ള വട്ടപ്പാടുകൾ ഉള്ളത് കൊണ്ട് ചേനത്തണ്ടൻ എന്നറിയപ്പെടുന്നു. ഒരു അണലിയുടെ കടി ഏൽക്കുന്ന ഒരാളിന്റെ ശരീരത്തിലേക്ക് കയറിയ വിഷം നേരെ കിഡ്നിയിലേക്ക് പോയതിനു ശേഷം കിഡ്നിയുടെ ബ്ലഡിന്റെ ശുദ്ധീകരണം നിർത്തിയതിനു ശേഷം ബ്ലഡിനെ കട്ടിയാക്കാൻ സമ്മതിക്കാതെ നല്ല പ്രഷറിൽ ഈ വിഷം ബ്ലഡിനെ തള്ളിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള ചെറിയ ബ്ലഡ് വെയിൻസ് പൊട്ടി ആ വെയിനിന് പുറത്ത് വരുന്ന ബ്ലഡാണ് യൂറിനിലൂടെയും നമ്മുടെ പല്ലിലും രോമകൂപത്തിനിടയിൽ കൂടെയൊക്കെ പുറത്തേക്ക് വരുന്നത്. അതിനാണ് പൂർവികർ പറയുന്നത് രക്താണലി എന്ന്. രക്താണലി എന്നൊരു സാധനം ഭൂമിയിൽ ഇതുവരെ ജനിച്ചിട്ട്. പ്രസവിക്കുന്ന പാമ്പ് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം, അണലിയാണ്. വീട്ടിന്റെ പരിസരങ്ങളിൽ പ്രസവിക്കുന്ന പാമ്പ് അണലിയാണ്. പക്ഷെ പ്രസവിക്കുന്ന എന്നാൽ മുലയൂട്ടണം. പക്ഷെ പ്രസവിക്കുകയല്ല, വയറ്റിൽ തന്നെയാണ് മുട്ട സ്റ്റോർ ആയതിനു ശേഷം മുട്ട വയറ്റിനകത്ത് വെച്ച് പൊട്ടി കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് പ്രസവിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്നത്.
മൂന്നാമത്തെ ഈ പാമ്പിന്റെ പ്രത്യേകത, നിങ്ങളൊക്കെ വീട്ടിലെ പരിസരങ്ങളിൽ വൈകുന്നേരം 4 മണിക്ക് ശേഷം മരിച്ചിനിക്കട്ടിന്റെ മണമുണ്ടെങ്കിൽ നമ്മുടെ പൂർവികർ പറയുന്നത് എന്താണ്? വീട്ടിന്റെ പരിസരങ്ങളിൽ മരിച്ചിനിക്കട്ടിന്റെ മണം വൈകുന്നേരങ്ങളിൽ ഉണ്ടെങ്കിൽ പൂർവികർ പറയും, അയ്യോ അത് അണലി വായി തുറന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അണലി പ്രസവിച്ചു കിടക്കുകയാണ്. ശുദ്ധമായ മണ്ടത്തിന് മണം. ഒരു പാമ്പിനും അങ്ങനെ ഒരു മണമില്ല. അത് ആ മണം പുറത്തു വരുന്നത് ഒരു ചെടി, പുൽച്ചെടി, പാടത്താളി എന്നറിയപ്പെടുന്ന ഒരു പുൽച്ചെടിയുടെ പൂ വിരിയുന്ന ഗന്ധമാണ് വൈകുന്നേരം 4 മണിക്ക് ശേഷം നിങ്ങൾക്ക് അനുഭവപ്പെടുക. അത് പാമ്പിന്റെ മണമല്ല. നിങ്ങൾക്ക് ഏത് പാതിരാക്കും എവിടെയും ഏത് കാട്ടിലും സഞ്ചരിച്ച് പോകാം. ലൈറ്റ് ടോർച്ചോ വെട്ടമോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യം. രാത്രി കാലം സഞ്ചരിക്കുമ്പോൾ ചെരുപ്പിട്ട് തട്ടി നടന്നു പോവുക, അല്ലെങ്കിൽ വടി ഉപയോഗിച്ച് തട്ടി നടന്നു പോവുക. കാരണം എന്നാൽ പാമ്പുകൾക്ക് കാഴ്ചശക്തിയോ കേൾവി ശക്തിയോ ഓർമ്മശക്തിയോ മൂക്കുകൊണ്ട് സ്മെല്ലെടുക്കാനോ ഒന്നും കഴിയില്ല. പാമ്പുകൾ കേൾവി ഇല്ലാത്തത് കൊണ്ടാണ് ഭൂമിയിൽ നിന്ന് വരുന്ന തരംഗങ്ങൾ, അതായത് വൈബ്രേഷൻ, നിങ്ങൾ നടന്നു വരുന്ന തരംഗങ്ങൾ അവർക്ക് സ്കിന്നിലേക്ക്, ശരീരത്തിൽ, തൊലിയിലേക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഏത് ഡയറക്ഷനിൽ നിന്നാണ് വരുന്നതെന്ന് തിരിച്ചറിഞ്ഞ് പാമ്പുകൾ വഴിമാറി സഞ്ചരിക്കും. നിങ്ങൾക്ക് സാറന്മാർക്ക്, ടീച്ചർമാരോ കൂട്ടുകാരോ ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം പാമ്പുകൾക്ക് കാഴ്ച ശക്തി ഇല്ല എന്ന്. പാമ്പുകൾ ലോകം മൊത്തം കാണുന്നത് എക്സ്ട്രാ നെഗറ്റീവ് അഥവാ നിഴൽ രൂപമായിട്ട് മാത്രമേ പാമ്പുകൾക്ക് കാണാൻ കഴിയൂ. അല്ലാതെ വാസുദേശാണ് നിങ്ങളെന്ന് പറഞ്ഞ് പാമ്പിന് തിരിച്ചറിയാൻ കഴിയില്ല. ഒരു നിഴൽ രൂപം മാത്രം. അതുപോലെ തന്നെ പാമ്പിന് ഓർമ്മശക്തി എന്നൊരു സാധനമില്ല. മുടിനാരിന്റെ അത്രയും മാത്രമേ പാമ്പുകൾക്ക് തലച്ചോറുള്ളൂ. ഓർമ്മശക്തി നിങ്ങൾ എറിഞ്ഞു കഴിഞ്ഞാൽ നാളെ വന്ന് പകരം ചോദിക്കുന്ന സ്വഭാവം പാമ്പുകൾക്കില്ല. അതുപോലെ തന്നെ പാമ്പുകൾക്ക് കേൾക്കാൻ കഴിയില്ല. പാമ്പിനെ ഊതി പിടിക്കാനോ വരുത്തി പിടിക്കാനോ ഭൂമിയിൽ ആരെക്കൊണ്ടും കഴിയില്ല. ഇതെല്ലാം തട്ടിപ്പുകൾ മാത്രം. അതുപോലെ തന്നെ പാമ്പുകൾക്ക് മൂക്കുകൊണ്ട് സ്മെല്ലെടുക്കാൻ കഴിയില്ല. പാമ്പിന്റെ സെൻസിങ് ഏത് അവയവം കൊണ്ടാണെന്ന് അറിയാമോ കൂട്ടുകാർക്ക്? നാക്ക് കൊണ്ട് മാത്രമാണ് പാമ്പുകൾ സെൻസ് ചെയ്യുക. എന്തിനാ പാമ്പ് എടുത്തുന്നിട്ട് നാക്ക് പുറത്തേക്ക് ഇടുന്നത്? 2 സാധനങ്ങളെ മാത്രമേ പാമ്പുകൾക്ക് നാക്കുകൊണ്ട് തിരിച്ചറിയാൻ കഴിയൂ. ഒന്ന്, അവരുടെ ഭക്ഷണമായ ഉഷ്ണരക്തമുള്ള ജീവികളെയും, നമ്മളും ഉഷ്ണരക്തമുള്ള ആൾക്കാരും, നമ്മളെയും ഭക്ഷണമെന്ന് പറഞ്ഞ് ഓടി വന്ന് പാമ്പ് കടിക്കും. ഭക്ഷണമെന്ന് വിശന്നിരിക്കുന്ന പാമ്പ് മാളത്തിൽ നിന്ന് പെട്ടെന്ന് അതിന്റെ അടുത്തുള്ള ആൾക്കാർ നടന്നു പോയാൽ പെട്ടെന്ന് കടിക്കുന്നു. ഭക്ഷണമെന്ന് ധരിച്ചിട്ടാണ് കടിക്കുന്നത്, അല്ലാതെ അത് പകവച്ച് പെരുമാറുകയല്ല. ഉഷ്ണരക്തമുള്ള ജീവികളെയും പിന്നെ അദ്ദേഹത്തിന്റെ മരണകാരണമാവുന്ന സാധനങ്ങൾ, മണ്ണെണ്ണ, ടിന്നർ, പെട്രോൾ എന്നിങ്ങനെ സാധനങ്ങൾ, ആസിഡ് പവറായ സാധനങ്ങളെയും പാമ്പുകൾക്ക് നാക്ക് കൊണ്ട് സെൻസ് ചെയ്യാൻ പറ്റും. വേറൊന്നും തിരിച്ചറിയാൻ കഴിയില്ല പാമ്പുകൾക്ക് കൂട്ടുകാർ. അതുപോലെ തന്നെ മൂക്കോട് സ്മെല്ലെടുക്കാൻ കഴിയില്ല പാമ്പുകൾക്ക്. മൂക്കിന്റെ ഭാഗത്ത് ഹോളുണ്ട്, സ്മെല്ലെടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഭൂമിയിൽ മറ്റു ജീവികളെ അപേക്ഷിച്ച് മാംസപേശി കുറഞ്ഞ ജീവികളാണ് പാമ്പുകൾ. അതുപോലെ തന്നെ ശരീരത്തിൽ വെയിൻസ് കുറഞ്ഞ ജീവികളാണ് പാമ്പുകൾ. അതുപോലെ വേറൊരു പ്രത്യേകതയുണ്ട് കൂട്ടുകാർക്ക്. പാമ്പിനൊരു പേരുണ്ട്, അറിയാമോ? മലയാളം പേര് പാമ്പ് എന്നല്ല, ഉരക ജീവി. കേട്ടുണ്ടോ? ഉരകങ്ങൾ. നിങ്ങളുടെ വീടിന്റെ പരിസരത്തെ വീടിനകത്തുമുള്ള 5 ഉരകങ്ങളുടെ പേര് നിങ്ങൾക്ക് പറയാമോ? ഉരക ജീവികളുടെ പേര് ഒരാളിന് പറയാമോ? പറയൂ. പല്ലി. അതിന് കൊച്ചു കൂട്ടുകാർ പറയുക. നിങ്ങൾ എത്രയിലാണ് പഠിക്കുന്നത്? പറയൂ. 5 പേര് പറയൂ. അല്ല, എല്ലാവരും പറഞ്ഞു. ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. പല്ലി. പല്ലി ഉരകമാണ്, ശരിയല്ലേ? പല്ലി നമ്മുടെ വീടിന്റെ പുറത്ത് പല്ലി, അരണ, ഓന്ത്, എലി, തവള, കീരി, മരപ്പട്ടി, ആമ, പാമ്പ്, മുതല, ഇതെല്ലാം ഉരകമാണ്. പക്ഷേ ഈ ഉരകങ്ങളെല്ലാം കൈയും കാലും ഇല്ലാത്ത ഉരകം ഏതാണ്? പാമ്പ് മാത്രമാണ്. പിന്നെ വേറെ ഒരു പ്രത്യേകത, ബാക്കിയുള്ള ഉരകങ്ങൾക്കെല്ലാം ചൂടായ ബ്ലഡാണ്, പാമ്പിന് മാത്രമേ തണുത്ത ബ്ലഡ് ഉള്ളൂ കൂട്ടുകാരെ. അതുപോലെ തന്നെ ഒരു ജീവിയുടെ ഏത് ഭാഗം ഭൂമിയിൽ ഉരയുന്നത് കൊണ്ടാണ് ഉരകജീവി എന്നറിയപ്പെടുന്നത്? വയർ ഉരഞ്ഞ് നടക്കുന്ന ജീവികളെയാണ് സുഹൃത്തുക്കളെ ഉരകജീവികൾ എന്നറിയപ്പെടുന്നത്, ഉരകങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ 2 വിഷപ്പാമ്പുകളുടെ കാര്യം പറഞ്ഞു. ഭൂമിയിൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വലിയ വിഷപ്പല്ലുള്ള പാമ്പ് അണലിയാണ്. ചൂണ്ടമാതിരി വളഞ്ഞകത്തേക്ക് ഇരിക്കുന്ന പല്ലുള്ള പാമ്പ് അണലിയാണ്. രക്തധമനികളെ ബാധിക്കുന്ന വിഷമാണ് അണലി ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 3ാമത്തെ വിഷപ്പാമ്പ് ഏതാണ്? മൂർഖൻ അഥവാ കോബ്ര എന്ന 2 നാമങ്ങൾ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് എത്ര പേരുകളുണ്ട്? വെള്ളച്ചട്ടി മൂർഖൻ, ഒറ്റപ്പത്തിക്കാരൻ, ഇരട്ടപ്പത്തിക്കാരൻ, മൂർഖൻ, പനയിലിരുന്നാൽ പനമൂർഖൻ, ഈന്തിലിരുന്നാൽ ഈന്തി മൂർഖൻ, മുന്തിരിയിലിരുന്നാൽ മുന്തിരി മൂർഖൻ, കൈതയിലിരുന്നാൽ കൈത മൂർഖൻ, പില്ലാനി മൂർഖൻ. അങ്ങനെ ഒരു സാധനമില്ല കൂട്ടുകാരെ. മൂർഖൻ ഒറ്റ സാധനമേ കേരളത്തിലുള്ളൂ. പത്തിയുള്ള പാമ്പ് 2ആണ്, മൂർഖനും രാജവെമ്പാലയും. രാജവെമ്പാലയുടെയും മൂർഖന്റെയും വിഷം ഒന്നാണ്. വരിമൂർഖനില്ല. വരിമൂർഖൻ എന്ന് പറയുന്ന സാധനം ഇപ്പൊ വാരിയിൽ നിന്നാൽ വാരിമൂർഖൻ എന്ന് വിളിക്കാം, പനയിൽ നിന്നാൽ പനമൂർഖൻ എന്ന് വിളിക്കാം, കൈതയിൽ നിന്നാൽ കൈതമൂർഖൻ എന്ന് വിളിക്കാം. സ്പെക്ടക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്ന നാജ എന്ന ശാസ്ത്രീയ നാമമുള്ള ഒരേ ഒരു മൂർഖൻ പാമ്പേ കേരളത്തിലുള്ളൂ. നമ്മുടെ സൗകര്യത്തിന് നമ്മൾ ഇട്ട് വിളിക്കുന്ന പേരുകളാണ് സുഹൃത്തുക്കളെ ഇതെല്ലാം. അതുപോലെ തന്നെ മൂർഖൻ പാമ്പ് പത്തി എടുത്തിരിക്കുന്ന കൂട്ടുകാരെ നമ്മളെ ഉപദ്രവിക്കാനുള്ള പേടിച്ചിട്ടാണ് പത്തി എടുക്കുന്നത്. പത്തി എടുത്ത് നിൽക്കുമ്പോൾ അതും പേടിക്കുന്നത്, ഈ കാണുന്ന ആളും പേടിക്കുന്നു. അപ്പൊ പൂർവികര് പറയുന്നത്, അയ്യോ മൂർഖൻ പത്തി എടുത്ത് എന്നെ ഓട്ടിച്ചു, ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാലില്ലാത്തൊരു പാമ്പ് പത്തി എടുക്കുന്നത് എങ്ങനെയാ ഓടുന്നത്? സാവകാശം മാത്രമേ എഴയാൻ കഴിയൂ പാമ്പുകൾ.
ഇതെല്ലാം പൂർവികർ പറഞ്ഞു വരുത്തിയ കഥകളാണ്. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് അറിയാമോ നാലാമത്തെ വിഷപ്പാമ്പ്? ശംഖുവരയൻ എന്നറിയപ്പെടുന്ന, കറുത്ത കളറിൽ വെള്ള വരകളുള്ള വെള്ളിക്കെട്ടൻ എന്നറിയപ്പെടുന്ന പാമ്പ്. അദ്ദേഹത്തിന്റെ പേരുണ്ട്, 8 അടി വീരൻ. കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പേരില്ല. ശംഖുവരയനെന്നും വെള്ളിക്കെട്ടനെന്നും കോമൺ ക്രൈറ്റ് എന്നും ക്രൈറ്റ് സ്നേക്ക് എന്നും അറിയപ്പെടും. അപ്പൊ കൂട്ടുകാരെ, ആ 3 പാമ്പുകളുടെയും പ്രത്യേകത, ഈ 4 വിഷപ്പാമ്പുകളുടെയും പ്രത്യേകത, മൂർഖന്റെയും രാജവെമ്പാലയുടെയും വിഷം ഒന്നാണ്. മൂർഖൻ ക്വാണ്ടിറ്റി കൂടുതൽ ചെയ്യുന്നു, അളവിൽ കൂടുതൽ ചെയ്യുന്നു, 30 മില്ലിഗ്രാം ചെയ്യുന്നു. കൂട്ടുകാർക്ക് അറിയാമോ പാമ്പില്ലാത്തൊരു രാജ്യം ഏതാണെന്ന് ടീച്ചർമാർ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ആരാണ് പറയും? അല്ല, അയർലാൻഡാണ്. പാമ്പില്ലാത്തൊരു രാജ്യം അയർലാൻഡാണ്. കിങ് കോബ്രയുടെ മെഡിസിനുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? നിങ്ങൾ പറഞ്ഞ സ്ഥലമാണ്. രാജവെമ്പാലയുടെ മെഡിസിനുള്ള ഒരേ ഒരു രാജ്യം തായ്ലാൻഡ് മാത്രം. പാമ്പില്ലാത്തൊരു രാജ്യം എന്ന് വെച്ചാൽ അയർലാൻഡാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അനക്കോണ്ട എന്നൊരു പാമ്പ് ജീവിച്ചിരിപ്പില്ലായിരുന്നു. പെരുമ്പാമ്പ് അഥവാ പൈത്തൺ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് ഏതെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണം. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് ഏതാണെന്ന് കുട്ടി നിങ്ങൾ പറയാൻ ടീച്ചർ നിങ്ങൾ പറയാൻ കഴിയണം. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് പെരുമ്പാമ്പാണ്, പൈത്തൺ എന്നറിയപ്പെടുന്നു. പെരുമ്പാമ്പ് ഇംഗ്ലീഷിൽ പൈത്തൺ എന്നും മലയാളത്തിൽ പെരുമ്പാമ്പ് എന്നും അറിയപ്പെടുന്നു. ധൈര്യമായിട്ട് പറയാൻ കഴിയണം. ഇന്ത്യയിലെ ഏറ്റവും വിഷമുള്ള പാമ്പ് എന്ന് വെച്ചാൽ രാജവെമ്പാല എന്ന് പറയാൻ കഴിയണം. ലോകത്തിലെ പാമ്പില്ലാത്ത രാജ്യം അയർലാൻഡ് എന്ന് പറയാൻ കഴിയണം. ലോകരാഷ്ട്രങ്ങളില് രാജവെമ്പാലയുടെ മെഡിസിനുള്ള സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ തായ്ലാൻഡ് എന്ന് പറയാൻ കഴിയണം കൂട്ടുകാരെ. അതുപോലെ തന്നെ കേൾവി ശക്തിയും ഓർമ്മശക്തിയും കാഴ്ചശക്തിയും ഇല്ലാത്തൊരു ജീവി എങ്ങനെയാ ഭീകര ജീവിയാവുക? ഇത്രയുമുള്ള മനുഷ്യൻ ചെയ്യുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജീവി എന്നറിയപ്പെടുന്ന മനുഷ്യൻ ചെയ്യുന്നതോ എല്ലാം വിപരീതമായി. ഈ സാധുവായ ജീവി ചവിട്ടിയാൽ മാത്രമേ കടിക്കുന്നുള്ളൂ കൂട്ടുകാരെ. പക്ഷെ കൂട്ടുകാരെ അറിയുക, പാമ്പിൻ വിഷം എന്ന ഔഷധം ഭൂമിയില് ഏറ്റവും നല്ല പ്രോട്ടീൻ, ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസിന്റെ എണ്ണമുള്ള ഒരു സാധനമാണ് പാമ്പിൻ വിഷം എന്ന ഔഷധം. ഇന്ന് മനുഷ്യന് മാരകമായ 10ഓളം അസുഖങ്ങളുടെ മെഡിസിൻ നമ്മുടെ പാമ്പിൻ വിഷത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. പാമ്പിൻ വിഷത്തിന്റെ പ്രോട്ടീൻ എത്രയെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് പറയാൻ കഴിയണം. 95ഓളം പ്രോട്ടീനാണ് നമ്മുടെ പാമ്പിൻ വിഷത്തിൽ. ഭൂമിക്ക് മേളിൽ ഇത്രയും നല്ല പ്രോട്ടീൻ ഒന്നിൽ നിന്നും കണ്ടെത്തിയിട്ടില്ല. കൂട്ടുകാരറിയാം, നമ്മുടെ വീട്ടിന്റെ പരിസരങ്ങളിൽ നമ്മുടെ അയൽവക്കത്തൊക്കെയുള്ള ആൾക്കാർക്ക് പലർക്കും ഉണ്ടാകാം അസുഖം. അതിൽ ഏറ്റവും കൂടുതൽ വേദന സഹിച്ച് മരിക്കുന്ന ഒരു അസുഖമുണ്ട്. കേട്ടിട്ടുണ്ടോ? എന്താണെന്ന് അറിയാമോ കൂട്ടുകാർക്ക്? ക്യാൻസർ എന്ന മാരകമായ അസുഖത്തിന്റെ വേദന ശമിപ്പിക്കുന്ന ഒരേ ഒരു മെഡിസിനെ നമ്മുടെ ഇന്ത്യയിലുള്ളൂ. അത് നമ്മുടെ പാമ്പിൻ വിഷത്തിൽ നിന്ന് കണ്ടെത്തിയ പ്രോട്ടീനാണ്. ക്യാൻസർ എന്ന മാരകമായ അസുഖത്തിന് വേദന ഇല്ലാതാക്കുന്ന ഒരേ ഒരു മെഡിസിനെ ഇന്ത്യയിലുള്ളൂ. അത് നമ്മുടെ ഈ പാമ്പിന്റെ വിഷത്തിൽ നിന്ന് വേർതിരിച്ച പ്രോട്ടീനാണ്. അതുപോലെ തന്നെ ഹാർട്ട് പേഷ്യന്റുമാർക്ക് ഹാർട്ടിനകത്ത് ബ്ലഡ് കട്ടിയായി കഴിഞ്ഞാൽ ആ ബ്ലഡിനെ അലിയിപ്പിക്കാനുള്ള ഒരു മെഡിസിനും നമ്മുടെ പാമ്പിൻ വിഷത്തിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ തലച്ചോറിൽ ക്ഷതമുണ്ടായി ബ്ലഡ് കോട്ടായി കഴിഞ്ഞാൽ അലിയിപ്പിക്കാനുള്ള ഒരു മെഡിസിൻ പാമ്പിൻ വിഷത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ പാമ്പ് കടി കേൾക്കുന്ന ആളിന് മറുമരുന്ന് ആന്റിവെനം എന്ന് പറയുന്നത്, മിക്സഡ് ആന്റിവെനം. ഏത് പാമ്പ് കടിച്ചാലും ഒരു മെഡിസിനേ നമുക്ക് ഇവിടെ ഉള്ളൂ. 3നും കൂടെ ഒന്ന് മിക്സഡ് ആന്റിവെനം എന്ന് പറയുന്ന സാധനം കണ്ടെത്തിയിരിക്കുന്നതും നമ്മുടെ പാമ്പിൻ വിഷത്തിൽ നിന്ന്. അത് നമ്മുടെ മനുഷ്യന് ആവശ്യമായ 10ഓളം മാരകമായ അസുഖങ്ങളുടെ മെഡിസിൻ നമ്മുടെ പാമ്പിൻ വിഷത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു കൂട്ടുകാരെ. അതുപോലെ തന്നെ നിങ്ങളെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നത്? പൂർവികർ പറയുന്ന പാമ്പുകളെ കുറിച്ച് പറയുന്ന കഥ എന്താണ്? ഇപ്പൊ ചേട്ടൻ ചോദിച്ചു, വാരി മൂർഖൻ. അങ്ങനെ ഒരു സാധനമില്ല. പൂർവികർ പറയുന്ന കഥകളാണ്. വാരിയിലിരുന്നാൽ വാരി മൂർഖൻ, ഓടിട്ട് വീട്ടിന് മണ്ടിരുന്നാൽ ഓട് മൂർഖൻ, ഓടാൻ പറയുകയല്ല മൂർഖന്. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് അറിയാൻ കഴിയണം, നമ്മുടെ കേരളത്തിലെ ബ്ലാക്ക് കോബ്ര എന്നറിയപ്പെടുന്ന കരിമൂർഖൻ പാമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? കേരളത്തിൽ കരിമൂർഖൻ പാമ്പുണ്ടോ? ഇല്ല. ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റിലാണ് കരിമൂർഖൻ പാമ്പുള്ളതെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? 3 സ്റ്റേറ്റുകളിൽ മാത്രമേ ഇന്ത്യയിൽ കരിമൂർഖൻ അഥവാ ബ്ലാക്ക് കോബ്ര എന്നറിയപ്പെടുന്ന പാമ്പുള്ളൂ. രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഈ 3 സ്റ്റേറ്റുകളിൽ മാത്രമേ ബ്ലാക്ക് കോബ്ര എന്നറിയപ്പെടുന്ന പാമ്പുള്ളൂ. പക്ഷെ കൂട്ടുകാർ അറിയണം, കേരളത്തിൽ വംശനാശ ഭീഷണി നേരിടുകയാണ് കരിമൂർഖൻ പാമ്പ്. ഒരേ ഒരു കരിമൂർഖനെ ഇന്ന് കേരളത്തിലുള്ളൂ. അതൊരു ആൺ പാമ്പാണ്. ആൺ കരിമൂർഖൻ മാത്രമേ ഉള്ളൂ കേരളത്തിൽ. നിങ്ങൾക്കറിയാമോ ആ പാമ്പ് എവിടെയാണുള്ളതെന്ന്? കൂട്ടുകാർക്ക് അറിയാൻ കഴിയണം. തിരുവനന്തപുരം ജില്ലയില് ശ്രീകാര്യം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ചെറുവയ്ക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ആ പാമ്പ് വസിക്കുന്നത്. ആ പാമ്പിന്റെ പേരറിയാമോ? വാവ സുരേഷ് എന്ന ഈ കരിമൂർഖൻ മാത്രമേ കേരളത്തിലുള്ളൂ. വേറെ കരിമൂർഖൻ പാമ്പുകൾ കേരളത്തിലില്ല. കണ്ടില്ലേ? ഇതാണ് കരിമൂർഖൻ. ഇങ്ങനെയാണോ നിങ്ങൾ പാമ്പുകളെ ഇവിടെ കാണുന്നത്? ഈ കളറിൽ അല്ലല്ലോ.
നമുക്കിവിടെ കേരളത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിൽ 12 കളറിൽ മൂർഖൻ പാമ്പുകളെ കാണാൻ കഴിയുന്നു, 7 കളറിൽ ചേരകളെ കാണാൻ കഴിയുന്നു, 3 കളറിൽ അണലിപ്പാമ്പുകളെ കാണാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടിനകത്തൊക്കെ കണ്ടുവരുന്ന ചെറിയൊരു പാമ്പുണ്ടല്ലോ, വീട്ടിന്റെ വാരിയിലും വീട്ടിന്റെ ഓലയിട്ട വീടിന്റെ മണ്ടയിലും ഓടിട്ട വീട്ടിന്റെ മണ്ടയിലെ കണ്ടുവരുന്ന ചെറിയൊരു പാമ്പ്, അടിയിൽ വെള്ള കളറില് മേളില് ബ്രൗൺ കളറിൽ പല്ലിയുടെ തലവണൊക്കെ ഇരിക്കുന്ന, മേളില് മഞ്ഞ സ്പോട്ടുകളുള്ള ഒരു പാമ്പ്, മഞ്ഞ പുള്ളികളുള്ള ഒരു പാമ്പ്, ചിത്തിരി നീളത്തിൽ വളരുന്ന ഒരു പാമ്പ്, കനം കുറഞ്ഞ പാമ്പിനെ കണ്ടിട്ടുണ്ടോ? അടുക്കളയിലെ കണ്ടിട്ടുണ്ടോ? അടുക്കളയിലെ ബാത്റൂമിന്റെ വെന്റിലേറ്ററെ കണ്ടിട്ടുണ്ടോ? ചേരയല്ല, ആരാ പറഞ്ഞ? ചുരുട്ട. ചുരുണ്ട് കിടക്കുന്നത് കൊണ്ട് ചുരുട്ട എന്നും, ചുവരിൽ കയറുന്നതുകൊണ്ട് ചുവർ പാമ്പെന്നും, ഓലയിട്ട വീട്ടിൽ കയറുന്നതുകൊണ്ട് ഓല ചുരുട്ട എന്നും, വളകഴപ്പനെന്ന മോതിര വളയനെന്നും ഒത്തിരി നാമങ്ങളിൽ അറിയപ്പെടുന്നു. വിഷമില്ല. പല്ലിയാണ് ഈ പാമ്പിന്റെ ഭക്ഷണം. പല്ലി എവിടെയുണ്ടോ അവിടെ ഈ പാമ്പ് പതിയിരുന്ന പല്ലിയെ പിടിക്കുകയാണ് അതിന്റെ ഒരു വിനോദം എന്ന് പറയാം. അതുപോലെ തന്നെ ചേരയ്ക്ക് ഒരു കാരണവശാലും വിഷമില്ല. ചേര കടിച്ചാൽ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല. ഈ ചുരുട്ട പാമ്പ് കടിച്ചാൽ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ മരത്തിന്റെ മണ്ടയിൽ കയറി ചാർന്ന് കിടക്കുന്ന ഒരു പാമ്പുണ്ടല്ലോ, ബ്രൗൺ കളറിൽ വില്ലൂന്നി എന്നറിയപ്പെടുന്ന, മരക്കൊമ്പുകളിൽ കയറുന്നത് കൊമ്പേരി എന്നറിയപ്പെടുന്ന, ബ്രൗൺ കളറിലെ ഇരിക്കുന്നത് കൊണ്ട് ബ്രൗൺ ട്രീ സ്നേക്ക് എന്നറിയപ്പെടുന്ന പാമ്പിന് വിഷമില്ല. മരക്കൊമ്പിലിരിക്കുന്ന വില്ലൂന്നി എന്ന് പറയുന്ന പാമ്പിന് വിഷമില്ല. മരക്കൊമ്പിൽ മൂർഖൻ പാമ്പിനും കയറിയിരിക്കാം, രാജവൻ പാലയ്ക്കും കയറിയിരിക്കാം, അത് പറയാൻ കഴിയില്ല. വില്ലൂന്നി പാമ്പിന് വിഷമില്ല. ചാടി കടിച്ചെന്ന് പറയുന്ന ഒരു അപകടം ഉണ്ടാവാൻ പോകുന്നു. വിഷമില്ലാത്ത പാമ്പ് എങ്ങനെ കടിച്ചാലും അപകടം ഉണ്ടാവുന്നില്ല. പക്ഷേ പാമ്പിനെ കണ്ടിട്ട് പേടിയുള്ളവർക്ക് പാമ്പിനെ കണ്ടിട്ട് മുള്ളു കൊണ്ടാലും മരണം സംഭവിക്കാം, ഹാർട്ട് അറ്റാക്ക് വരാം. നാട്ടുകാർ അറിയുക, ഇന്ന് ഇന്ത്യൻ മെഡിക്കൽ റിപ്പോർട്ടുകളിൽ പറയുന്നത് പാമ്പ് കടിച്ച് മരിച്ചിട്ടുള്ള ആൾക്കാരുടെ 90% പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിലും പറയുന്നത് പാമ്പ് കടിയേറ്റ് മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് മൂലമാണെന്നാണ്. 90% പറയും. പേടികൊണ്ട്. എനിക്ക് 258 പ്രാവശ്യം പാമ്പ് കടിയേറ്റു. വേറെ 7 പ്രാവശ്യം മാത്രമേ ഞാൻ മെഡിസിൻ എടുത്തിട്ടുള്ളൂ. പക്ഷെ അത് എന്റെ കാര്യം. അതുപോലെ പേടിയില്ലാത്ത ഒരാളിന്, ഭയമില്ലാത്ത ഒരാളിന് കിങ് ഓഫ് രാജവെമ്പാല പാമ്പ് ഒഴിച്ച് വേറെ ഏത് പാമ്പ് കടിച്ചാലും മരണം സംഭവിക്കും. ഞാനൊക്കെ 4-5 മണിക്കൂർ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തുന്നു. പേടി ഉണ്ടായാൽ മാത്രമേ BP സർക്കുലേഷൻ കൂടുന്നു, അത് ഹാർട്ട് അറ്റാക്കിന്റെ രൂപത്തിൽ ഫോം ചെയ്യും. ഹാർട്ട് അറ്റാക്ക് വന്നാണ് 90% പേരും ഇന്ത്യയിൽ പാമ്പ് കടിച്ച് മരിക്കുന്നത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് അറിയാമോ, ഇന്ന് നമ്മൾ എന്തിനാ പാമ്പിനെ ഭയപ്പെടുന്നത്? ചവിട്ടാതെ ഒരു പാമ്പ് ആരെയും കടിക്കാൻ പോകുന്നില്ല. ഒരു പാമ്പ് ഓടി വന്ന് കടിക്കാനുള്ള സ്പീഡ്, നമ്മളെ ഓടിച്ചിട്ട് കടിക്കാനുള്ള സ്പീഡൊന്നും ഒരു പാമ്പുകൾക്കുമില്ല. ഇതെല്ലാം കെട്ട് കഥകൾ മാത്രമാണ്. അതുപോലെ തന്നെ പാമ്പും ചേരയും തമ്മിൽ ഒരു ഭൂമി ഉള്ളിടത്തോളം കാലം എണ്ണ ചേരാൻ പോകുന്നില്ല. രണ്ടും 2 സ്പീഷ്യസ് ആണ്, 2 ജാതി. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിയെയും പൂച്ചയും പോലെ വ്യത്യാസമുള്ള ജീവികൾ. ഒരു കാരണവശാലും പാമ്പും ചേരയും ഇണ ചേരില്ല. പാമ്പിന് പാമ്പ്, ചേരയ്ക്ക് ചേര, നെർക്കോലി എന്ന് പറയുന്ന പാമ്പിന് നെർക്കോലി, കൊമ്പേറി എന്ന് പറയുന്ന പാമ്പിന് കൊമ്പേറി, രാജവൻപാല എന്ന് പറയുന്ന പാമ്പിന് രാജവൻ. ഇങ്ങനെ മാത്രമേ അതേത് ഇണകൾ മാത്രമേ ഇണ ചേരാറുള്ളൂ. അതുപോലെ തന്നെ ചേര പാമ്പും മൂർഖൻ പാമ്പും തമ്മിൽ പിണയുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരമ്മ കണ്ടിരിക്കാം പണ്ട് കാലത്ത്. അത് ഇണ ചേരുകയല്ല. മൂർഖൻ പാമ്പിന്റെ ഒരു പ്രത്യേകത, എല്ലാ പാമ്പിനെയും ഭക്ഷിക്കുന്ന സ്വഭാവം മൂർഖൻ പാമ്പിനുണ്ട്. മൂർഖൻ അതിന്റെ ഇണയെ ഭക്ഷിക്കുന്നു, ചേരയെ ഭക്ഷിക്കുന്നു, അണലിയെ ഭക്ഷിക്കുന്നു, ശങ്കുരൻ പാമ്പിനെ ഭക്ഷിക്കുന്നു, നീർക്കോലി പാമ്പിനെ ഭക്ഷിക്കുന്ന സ്വഭാവം മൂർഖൻ പാമ്പുകൾ. അങ്ങനെ ഏതോ ഒരമ്മ നോക്കിയപ്പോൾ രണ്ടും കൂടെ പെഞ്ഞെടുക്കുന്നത്, മൂർഖൻ ചേരയെ കടിച്ച് ഭക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ചേര മൂർഖന്റെ പുറത്ത് ഒരു ചുറ്റി. അത് കണ്ടുകൊണ്ട് അമ്മ അയ്യോ എന്ന് വിളിച്ചിട്ട് ഓടി. തിരിച്ചമ്മ കുറെ കഴിഞ്ഞ് നോക്കിയപ്പോൾ മൂർഖൻ മാത്രമേ ഉള്ളൂ, ചേരയെ കാണുന്നില്ല. ഉടനെ അമ്മ പറഞ്ഞു, മൂർഖൻ ചേരയായിട്ട് ഇണ ചേർന്നിട്ട് ചേര മാളത്തിൽ മുട്ടയിടാൻ പോയിരിക്കുക. അത് മാളത്തിൽ പോയി, മൂർഖന്റെ മാളത്തിൽ വയറ്റിനകത്തേക്ക് പോയി ചേര. അതമ്മ കണ്ടില്ല. അതുപോലെ തന്നെ കൂട്ടുകാരെ അറിയുക, നാഗമാണിക്യം എന്നൊരു സാധനം പാമ്പുകൾക്കില്ല. ഇതെല്ലാം കെട്ട് കഥകൾ മാത്രമാണ്. ജുവൽസ് ഉത്പാദിപ്പിക്കാനുള്ള കഴിവ് ഭൂമിയിൽ ഒരു ജീവികൾക്കുമില്ല. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മറ്റ് വൈൽഡ് ആനിമൽസ് എല്ലാ ആനിമൽസും ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ് ഒരു ജീവിയെ കൊല്ലുന്നത്. പക്ഷെ മനുഷ്യനും ഭക്ഷണത്തിന് വേണ്ടിയില്ല, ചുമ്മാ തല്ലിക്കൊല്ലുന്നു. എല്ലാ ജീവിയും, ഏത് ജീവി, ഒരു എറുമ്പിന്റെ കൂട് തന്നെ ഒരു മരത്തിൽ നിന്നാൽ ഉടനെ അതിനെ ഓടിച്ച് കത്തിക്കുന്നു, അല്ലെങ്കിൽ എറുമ്പ് ഓടിയിട്ട് കൊല്ലുന്നു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു എറുമ്പിന്റെ കൂട് മരത്തിലിരുന്നാൽ നിങ്ങൾ ആ കൂട് അനക്കാതെ കൈ അതിനകത്ത് വെച്ച് നോക്കൂ, ഒരിക്കലും കടിക്കാൻ പോകുന്നില്ല. കൂട് അനക്കി വെക്കുമ്പോഴാണ് അത് കടിക്കുന്നത്. പേടി കൊണ്ടാണ് ഇവരെല്ലാം നമ്മളെ ഇങ്ങോട്ട് ആക്രമിക്കുക. അപ്പൊ കൂട്ടുകാർക്ക് പറയാൻ കഴിയണം, കേരളത്തിലെ പാമ്പുകൾ എത്ര ഇനമെന്ന് ചോദിച്ചാലും, എത്ര ഇനം പാമ്പുകൾക്ക് വിഷമുണ്ടെന്ന് ചോദിച്ചാലും ഒക്കെ കൊച്ചു കൂട്ടുകാർക്ക് പറയാൻ കഴിയണം. അതുപോലെ തന്നെ പാമ്പിന് പക എന്നൊരു സംഭവമില്ല. പാമ്പുകൾ പാല് കുടിക്കാറില്ല. പാല് കുടിക്കുന്ന പാമ്പ് ഏതാണ്? പാല് കുടിക്കുന്ന പാമ്പുകളുണ്ട്, അറിയാമോ? വെളുപ്പാങ്കാലത്തൊക്കെ പോയി പാല് കുടിക്കുന്ന പാമ്പുകൾ അറിയാമോ? പാമ്പുകൾ ഏതാണെന്ന് കൂട്ടുകാർക്ക് പറയാൻ കഴിയുമോ? ഇന്നത്തെ ക്ഷീണം മാറാൻ വേണ്ടി നാളെ രാവിലെ 6 മണി 7 മണിയാകുമ്പോൾ പോയി 2 ഗ്ലാസ് പാല് 1 ഗ്ലാസ് പാലൊക്കെ കടകളിൽ പോയി ചൂടാക്കി വാങ്ങിച്ചു കുടിക്കുന്ന പാമ്പുകളുണ്ട്.
മനുഷ്യ പാമ്പുകൾ. വേറെ ഒരു പാമ്പുകളും പാല് കുടിക്കാറില്ല. അപ്പൊ അതിപ്പോ എന്റെയൊക്കെ വീട്ടില് വനത്തിലെ ഫോറസ്റ്റ് ഓഫീസർമാരെ പിടിക്കുന്ന പാമ്പുകളെ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് വരെ 100-300ഓളം പാമ്പുകൾ ഞാൻ വീട്ടിൽ ശേഖരിക്കാറുണ്ട്. സർപ്പം എന്ന് പറയുന്നത് മൂർഖനെയാണ്, അല്ല വേറെ സർപ്പം എന്നൊരു പാമ്പില്ല. അതൊരു വിശ്വാസത്തിന്റെ പേരിൽ പറയുന്നതാണ്, ദൈവ പരിവേഷത്തിൽ സർപ്പമെന്നും നാഗമെന്നും ഒക്കെ പറയുന്നത്. അത് മൂർഖൻ പാമ്പുകളെ, പത്തിയുള്ള പാമ്പുകൾ. വാസുകി എന്ന പണ്ടുകാലങ്ങളിൽ ഐതിഹ്യങ്ങളിൽ പറയുന്നത് നമ്മുടെ രാജവെൺപാലയാണ്. കടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നത് ആരായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ ആരും രാജവെൺപാല കടിച്ച് മരിച്ചിട്ടില്ല. വെൺപാല പാമ്പ് എന്ന് പറയുന്ന പാമ്പ് കടിച്ച് ഇന്ത്യയിൽ ആരും മരിച്ചിട്ടില്ല സുഹൃത്തുക്കളെ. കഴിച്ചാൽ മരണം സംഭവിക്കും. 6 മിനിറ്റിനകത്ത് മരണം സംഭവിച്ചിരിക്കും. മെഡിസിൻ ഇല്ല, ഇഞ്ചക്ഷൻ ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ നാട്ടില് ഒരു ആളിനെ പാമ്പ് കടിച്ച് നിങ്ങൾ ഓടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർമാരുടെ മേക്കിട്ട് കയറിയിട്ട് ഒരു കാര്യമില്ല. കാരണം എന്നാൽ നിങ്ങൾ പാമ്പ് കടിയായിട്ടാണ് അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് അവർ തന്നെ നോക്കിയിട്ട് ബ്ലഡ് എടുത്ത് ടെസ്റ്റിന് അയക്കും. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വരുമ്പോൾ 1 മണിക്കൂർ കഴിയും അതിന്റെ റിപ്പോർട്ട് വരുമ്പോൾ. അപ്പൊ ആ റിപ്പോർട്ട്